Hello guys, welcome to another video of Movie with Kona. Movie with Kona. Loga. Chapter 1 Chandra. അത് അതിന്റെ പേരാണ് ലോക എന്ന് പറയുന്നത്. അടിപൊളി സിനിമ അല്ല ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടല്ലേ സോറി ഗൈസ് മോശമാണ്. എല്ലാവർക്കും അറിയാം ഓൾറെഡി. ഭയങ്കര ഹൈപ്പ് കിട്ടിയ പടം ഫുള്ളാണ്, തിയേറ്റർ ഫുള്ളാണ്, എല്ലാരും കൊറേ പാടുണ്ട്. അത് മാത്രമൊന്നുമല്ല, എന്നാലും ഫുള്ളല്ലേ. മറ്റേ മോഹൻലാലിന്റെ സിനിമ ശീല ഫുള്ളല്ലാരും. മോഹൻലാലിന്റെ വലിയ സ്ക്രീനിൽ ഇറക്കി. അത് മോശമാണ്. ഈ സിനിമ ഇത്രയും കിട്ടില്ലായിട്ട് നോക്കൂ. ഏത് ആദ്യം സ്റ്റാർ കാസ്റ്റ് നോക്കിയിട്ട് ഒരു സിനിമ മെയിൻ സ്ക്രീനിൽ ഇടൂ ബ്രോ, അങ്ങനെയുണ്ട്. പിന്നെ ഇത് സിനിമ ഇറക്കിട്ട് ലോക്ക് ഇറങ്ങി. അപ്പൊ മോഹൻലാലിന്റെ സിനിമ മെയിൻ ആയിട്ട് ഇടുക. അതെ, അങ്ങനെ അത് ഒരാഴ്ച മാറ്റൂല. നമുക്കറിയില്ല. അങ്ങനെയുണ്ടല്ലേ. ഇതിന്റെ സ്ക്രീൻ കൗണ്ട് കൂട്ടി അത് ബുക്കിങ്ങിന് കൊടുത്തില്ല. എന്നെ കൊടുത്തു ഇത്ര ആ പടം മോശമല്ല. ഇതിനാ കുറച്ചും കൂടെ ഇത് എല്ലാരും ഓണം തൂക്കി എന്ന് പറയാൻ ശരി തന്നെ. ഇത് ഓണം തൂക്കി അറിയില്ല. അമ്മ ബാക്കി പടം തൂക്കണ്ട, തൂക്കി തൂക്കി. ഇവ ഭയങ്കര മോഹൻലാൽ ഫാൻ. മറ്റേ പടം തൂക്കി എന്ന് പറഞ്ഞ എല്ലാ ഒപ്പീനിയൻ നോക്കിട്ടല്ല പറയും. നമ്മളതല്ല പറയുന്നത്. ഞാനെല്ലാം നോക്കി മനസ്സിലായ തൂക്കിന്ന് എല്ലാരും പറഞ്ഞു. റേറ്റിംഗ് രണ്ടും സെയിം ലെവലിലാവും. നാളെ നമ്മ നാളെ കാണാൻ പോകുന്നുണ്ട്. നാളെ അതിന്റെ റിവ്യൂ വരും. ഹൃദയപൂർവ്വം ബുക്ക് ചെയ്യണ്ട, ടിക്കറ്റ് ഉണ്ടാവും. അറിയില്ല, നോക്കണം. അങ്ങനൊന്നല്ല, ഞാൻ ഇല്ലതില്ല. അങ്ങനെ കളിയാക്കി വിളിക്കുന്ന വിളിക്കല് ഇക്കാച്ചിന്നലാക്ക്. പിന്നെ അത് ഇക്കാച്ചി ഹിറ്റാച്ചി ആയി പോയതാണ്. പടത്തിന്റെ ക്വാളിറ്റി ഇത് മലയാള പടം ഒന്നല്ല ആ സാധനം. പക്ഷെ നമ്മ തിയേറ്ററിൽ അല്ല ട്രെയിലറിൽ കാണുമ്പോണ്ടല്ല കുറച്ചൊരു മറ്റേ എന്താണ് ഹീറോ അല്ല, എന്നാ സൂപ്പർ ഹീറോ മൂവി ആതിരി ബഗിഡ് ആയിരിക്കും എനിക്ക് ഫസ്റ്റ് ഉണ്ടായത്. പക്ഷെ അങ്ങനല്ല. ട്രെയിലറല്ലേ ഞാൻ പറഞ്ഞ. ഇത് നമുക്ക് ഇവിടെ മലയാളത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മിന്നൽ മുരളി മാത്രമേ ഇല്ലൂ. മുരളി പറഞ്ഞാൽ ഇവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സംഭവം. പക്ഷെ ഇതാകുമ്പോ കുറച്ചും കൂടി ഹോളിവുഡ് മറ്റേ സിനിമയിലും പോലെ സ്പൈഡർമാനിലും പോലെ അവരുടെ റൂമെല്ലാം അല്ല എഡിറ്റിംഗ് നമ്മളെ പറയണ്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ് വരുന്ന സാധനം. തുള്ളും ഇങ്ങനെ ബാക്കിൽ ഇത് രസമല്ല. അത് കറക്റ്റ് ആക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. BGM എല്ലാം തോന്നുന്നുണ്ട്. അത് പിന്നെ ഒരാൾ ചെയ്യുമ്പോ എല്ലാ പടമായിട്ട് നേരത്തെ എന്നോടായിരുന്നു പറഞ്ഞേ തിയേറ്ററിൽ പാട്ട് പറഞ്ഞേ. ഓർമ്മയില്ല. പടം ഒരു രക്ഷയില്ല. കല്യാണി അധികം ഡയലോഗ് ഒന്നും ഇല്ല. കല്യാണി ഡയലോഗ് ഇല്ല. ഇവനായിരിക്കും ആദ്യം കുറ്റം പറയുന്നത്. ഇവൻ സത്യസന്ധമായിട്ട് പറഞ്ഞാല് കല്യാണി അങ്ങനെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിട്ടാ. അങ്ങനെ ഇത് അഭിനയിക്കും. ഒന്നാമത് ഞാൻ അതിന്റെ ട്രെയിലർ ഒന്നും സൂപ്പർ ഹീറോ പടം അങ്ങനൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പൊ കല്യാണി എന്ന് പറയുമ്പോ എനിക്ക് അഭിനയത്തിൽ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോ കല്യാണി ഭയങ്കര ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞാൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇതില് നന്നായിട്ടുണ്ട് അഭിനയിച്ചു. പക്ഷെ വായി ഓർക്കത്തില്ല. അതെ, അമ്മ ഒബ്സർവ് ചെയ്യുന്നോണ്ടാണ് എല്ലാരും അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ വായി ഇങ്ങനെ ബാക്കിയുള്ള ആളാതിരല്ല ഇങ്ങനെ. എനക്ക് തോന്നിട്ടില്ല. എനക്ക് നല്ല നോക്കാത്ത അല്ല ഇതില് നന്നായിട്ടുണ്ട്. ഒരു കുറ്റം പറയണ കുറ്റം പറഞ്ഞ ഡയലോഗ് ഡയലോഗ് ഇല്ല. മെയിൻ റോൾ ഡയലോഗ് ഇല്ല. ആക്ഷൻ ഹീറോ ഇതാണ്. ആക്ഷൻ മൊത്തം അല്ലേ, ഫുൾ അടിയും ഇടിയും. അത് പറയണ്ടുണ്ട് കല്യാണിയുടെ എന്താന്ന് പറയണ്ട്. ആ ആക്ഷൻ എന്നാ പറയല് ഫൈറ്റ്. ആ ഒരു രക്ഷയില്ല. ഗണ്ണല് ലാസ്റ്റ് നല്ല രസമുണ്ട്. പിന്നെ ഒരു ചെറിയ കുഞ്ഞിയെല്ലാം ഫൈറ്റ് ചെയ്യുന്ന സീൻ ഉണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. നെസ്ലിന്റെ ആ ഒരു പ്രോപ്പർ ക്യാരക്ടർ എല്ലാ സിനിമയിലും ഉണ്ടാവുന്ന ആ ഒരു അതങ്ങനെയാവുമ്പോ അങ്ങനെ അവന്റെ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി ഒരു ഇങ്ങനെ ഒരു എല്ലാവരും പെണ്ണിനെ വയ്യ പോകുന്ന ആ ഒരു ടൈപ്പ് സാധനം. സെയിം സാധനം, പേടിക്കുന്ന സാധനം. നൈസ് ഉണ്ട് പടം. അങ്ങനെ നൈസ് ഉണ്ട്. അങ്ങനെ ട്രോളുണ്ട് അഭിനയത്തിൽ വ്യത്യാസമില്ല. അങ്ങനെ വ്യത്യാസം വരണം. എത്തിയില്ലടാ ഒന്നുമില്ലെങ്കിലും. അതെ, പക്ഷെ ഇവനെ അഭിനയിക്കുന്ന പടമെല്ലാം ഹിറ്റാണ്ട് അങ്ങനെ മാർക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോ നെസ്ലിനിലെ സിനിമ എന്ന് പറയുമ്പോ നമുക്ക് കാണാൻ പോകും. ഓൾറെഡി ഉണ്ട്. അത് ഞാൻ പറഞ്ഞേ ഇറങ്ങുന്ന കല്യാണം ഉണ്ട്. പക്ഷെ
ഇവൻ ഫുൾ ഡിഗ്രേഡ് ഉണ്ടായിരുന്നു അല്ലേ ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടിൽ. പക്ഷെ അതല്ല പടത്തിന്റെ ആ ഒരു നമുക്ക് കാണുമ്പോ എന്തോ ഒരു വരാനുണ്ട് എന്നുള്ള സംഭവമാണ്. രസമുണ്ട്, അടിപൊളിയാണ് പടം, അടിപൊളിയാണ്. എല്ലാരും പോയി കാണുക. നമ്മ ഇന്ന് വെറൈറ്റിക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിട്ടേ നമ്മളിന്ന് ചിൽഡ്രൻസ് ആടെ ഭയങ്കര തിരക്കിപ്പാ, അതുകൊണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം ചാടിച്ചിന് കഴിഞ്ഞ പ്രാവശ്യം ചാടിച്ചിന്. അതുകൊണ്ട് ബ്രോക്ക് പേടി ഇപ്രാവശ്യം ഒന്നും പറയുന്നത്. ഞാൻ വെറുതെ അല്ല അല്ല ഞാൻ പറഞ്ഞ ആടെന്നാ പിന്നെ ഇവരെന്തിനും ഇങ്ങോട്ട് വന്നിന്? ഞാൻ പറഞ്ഞു ഇരുന്ന് എടുക്കണോ അലമ്പായിരിക്കും ഇവനല്ലേ എന്നാണ് ആൾക്കാരെ മുമ്പിൽ വരാൻ നല്ല രസമുണ്ട്, ക്വാളിറ്റി നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ക്യാമറ ആംഗിൾസ് എല്ലാം അടിപൊളിയാണ്. ഒന്ന് എടുത്ത് പക്ഷെ ആ ഒരു റേഷ്യോ നമ്മ തിയേറ്ററിൽ നിന്നാണെന്നല്ല ആ ഒരു രണ്ട് സൈഡും കട്ടായിട്ടാ വരുന്നത്. അത് നമുക്കൊരു നീ ശ്രദ്ധിച്ച താഴെ മറ്റേ സ്മോക്കിംഗ് കിൽസ് എന്നല്ല താഴെ പോയെ സ്ക്രീനെ താഴെ സൈഡിലിരിക്കാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടേ ഞാൻ കണ്ടില്ല. മറ്റേ ഐമാക്സ് ആയോണ്ടാണ് ആ ഒരു റേഷ്യോയിൽ എടുത്തതാണ്. കുറച്ച് നമുക്ക് അങ്ങനെ നമ്മളെ അങ്ങനെ ട്രെയിലറിൽ അങ്ങനെ ആയില്ലത്. സിനിമയിലെ ആസ്പെക്ട് റേഷ്യോ അല്ല നോർമൽ സിനിമയില്. അത് മാത്രമേ പ്രശ്നം, ബാക്കിയെല്ലാം നൈസാണ്, പോയി കാണും എല്ലാരും. അതൊരു പ്രശ്നമല്ല, നമ്മങ്ങനെ തിയേറ്ററിന്റെ ആദ്യം തിയേറ്ററിൽ കാണാൻ പറ്റും. അതല്ല പറയാ ഓണം തൂക്കിയ സിനിമയാണ്, എല്ലാരും പോയി കാണുക. അത് അങ്ങനത്തെ പാടല്ലേ, ഇവിടെ ഇത്രയും പാകത്തിന്റെ സിനിമയുണ്ട്, മോഹൻലാലിന്റെ സിനിമ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഓടും കുതിര. പോകുന്നില്ല അതൊന്നും ഇനി, ഇത് ഓൾറെഡി തൂക്കി അല്ല എത്ര ഫുള്ളാണ്, സീറ്റ് ഫുള്ളാണ്, അടിപൊളിയാണ്. എല്ലാരും പോയി കാണുക, എല്ലാരും പോയി കാണുക, അഭിപ്രായം പറയുക. വരണ്ടവര് വരിക, വരാത്തവര് വരണ്ട, കാണാത്തവരും വരണ്ട, നെസ്ലിൻ ഹേറ്റേഴ്സും വരണ്ട, ലാലേട്ടൻ ഹേറ്റേഴ്സ് ഹൃദയത്ത് ബഹിടത്തരം പറയും. നമ്മ നാളെ കാണാൻ പോകുന്നുണ്ട്, അപ്പൊ അതിന്റെ റിവ്യൂ വരും. അതുവരേക്കും ബൈ.